നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടിട്ടും അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതിൽ വിമർശനം ശക്തമാവുകയാണ്. കൃത്യമായ പോളിംഗ് ശതമാനം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തയച്ചു. അന്തിമ പോളിംഗ് കണക്ക് വരാത്തതിൽ ദുരൂഹതയെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഇതുവരെ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസവും കൂടെ എടുക്കും. 2 ദിവസം എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വോട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആ അന്തിമ വോട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിൽ ദുരൂഹത ആരെങ്കിലും ചിന്തിച്ചാൽ അതിനെ തെറ്റ് പറയുന്നതിന് വേണ്ടിയും കഴിയില്ല. പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ തന്നെ ഈ അന്തിമ കണക്ക് വെച്ചാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ടത്. പിന്നെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സഹകരിച്ചത്. അങ്ങനെ സഹകരിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ട് ഈ വോട്ടിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അത് വളരെ സംശയത്തോടു കൂടി നമ്മൾ കാണുകയാണ്. ഇതിനിടെ വീണ്ടും പഴയ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. വിവാദമുയർന്ന സാഹചര്യത്തിൽ കമ്മീഷൻ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയേക്കും. വിപിൻ സി വിജയനുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ സി, ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു അന്തിമ കണക്ക് പുറത്തു വരാത്തതിന്റെ ഒരു കാരണം എന്തെങ്കിലും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? ഗുഡ് ഈവനിങ് അമൽ, ക്രിസ്റ്റീന. ഇതുവരെയും ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല. കാരണം നമുക്കും ഇതൊരു പുതിയ അനുഭവമാണ്. സാധാരണഗതിയിൽ വോട്ടെടുപ്പ് കഴിയുന്നു, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മൊത്തം പോളിംഗ് ശതമാനം അല്ലെങ്കിൽ അതിൻ്റെ മണ്ഡലം കണക്കുകൾ, ബൂത്ത് തല വിവരങ്ങളൊക്കെ തന്നെ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വരികയും അത് വെച്ചുകൊണ്ടാണ് പിന്നീട് നടക്കുന്ന വിശകലനങ്ങളും ഈ പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ തന്നെ അവരുടെ ഒരു ജയസാധ്യതകളും പരാജയ സാധ്യതകളും ഓരോ സ്ഥലത്തും എത്ര വോട്ട് ലഭിച്ചു എന്നതിനൊക്കെ ഒരു കൃത്യത വരുത്തുകയുള്ളൂ. ഇതിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും അന്തിമമായ പോളിംഗ് ശതമാനം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അതേ സംബന്ധിച്ച് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇതിൽ ഒരു ദുരൂഹതയൊന്നുമില്ല, അല്ലെങ്കിൽ അതിലൊരു അസ്വാഭാവികതയില്ല എന്നുള്ളത് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രാഥമികമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിലൊരു സുതാര്യത വേണമെന്നും എത്രയും വേഗം പോളിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്ക് പുറത്തുവിടണം എന്നും ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി നമ്മൾ കേട്ടതുപോലെ തന്നെ ആരെങ്കിലും ഇതിലൊരു ദുരൂഹത സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല എന്നുള്ളത് പറയുന്നു. അപ്പോൾ വരുന്ന ദിവസം തന്നെ ഇത് കൂടുതൽ ചർച്ചകൾക്കോ കൂടുതൽ പ്രതികരണങ്ങൾക്കും ഒരു സാധ്യതയുള്ളതാണ്. ഒരു പക്ഷേ അതിനുള്ളിൽ തന്നെ ഇതിലൊരു വ്യക്തത വരുത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അമൽ, ശരി വിപിൻ സി, എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്നതിൽ സംശയമില്ല. കമ്മീഷൻ അക്കാര്യത്തിൽ എത്രയും വേഗം വ്യക്തത വരുത്തട്ടെ, അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.